അയ്യോ ഇതെന്ത് ജീവി, ഇതെന്താ പെണ്ണുങ്ങളുടെ മാത്രം കുത്തകയാണോ, ഇതൊരു കുറ്റമാണോ, ആണുങ്ങൾക്ക് ഇതൊന്നും പറ്റില്ലേ? ഹായ് ഓൾ, ഇറ്റ്സ് മീ കാവ്യ, വെൽക്കം ടു. ക്യൂട്ട് എന്ന് പറയുന്ന വാക്ക് അത് പിന്നീട് ക്യൂട്ട്നെസ് ആയി. നമ്മൾ കുട്ടികളെ കാണുമ്പോഴായിരുന്നു മുൻപ് ഈയോടാ എന്തൊരു ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ക്യൂട്ട്നെസ് എന്നുകൂടി വന്നപ്പോ ഇതിപ്പോ കേൾക്കുമ്പോഴേ പലർക്കും ഒരു അരോചകമായിട്ട് തോന്നി തുടങ്ങി. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചില റീൽസുകളാണ്. ഇപ്പൊ നമ്മള് ക്യൂട്ട്നെസ് കാണിച്ചുകൊണ്ടുള്ള ചില റീൽസ് ഒക്കെ കാണുമ്പോൾ ഇത് എന്ത് ജീവിയുടെ കുഞ്ഞാ. ചിലർ ഈ പാട്ട് വെച്ചിട്ട് റീൽസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പാട്ടിനെ ചവച്ചരകണ രീതിയിലൊക്കെ ഉള്ള എക്സ്പ്രഷൻ ആയിരിക്കും അവരുടെ ഫേസിൽ വരുന്നത്. അതിനെയും ക്യൂട്ട്നെസ് എന്ന് പറയാറുണ്ട്. വേറെ ചിലര് ഈ ഉപ്പും മധുരവും കയ്പും പുളി എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആയിട്ട് വായിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു ഫീലില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ടൈപ്പില് ക്യൂട്ട്നെസ് കാണിക്കാൻ നോക്കും. വേറെ ചിലര് ഇതൊക്കെ വയറ്റിലേക്ക് ചെന്നിട്ട് പിന്നെ ശേഷം പുറത്തേക്ക് പോവില്ലേ എന്നൊരവസ്ഥയും ബുദ്ധിമുട്ടൊക്കെ വരില്ലേ, ആ ടൈമിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ കാണിച്ചിട്ട് ക്യൂട്ട്നെസ് കൂട്ടുന്നവരുണ്ട്. ഇതിനെ നമുക്ക് എക്സ്പ്രഷൻ എന്ന് പറയാൻ പറ്റുമോ, ക്യൂട്ട്നെസ് എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ മുൻപ് ഈ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ ക്യൂട്ട്നെസ് ഇച്ചോടാ സൂപ്പറായിരുന്നു. പക്ഷേ ഈ പെണ്ണുങ്ങൾ കൂടുതലായിട്ട് ഈ ക്യൂട്ട്നെസ് ഒക്കെ കാണിക്കുമ്പോൾ അതിനെ ഭയങ്കര ഓവറായിട്ട് കളിയാക്കാനും, പെൺകുട്ടികൾ പൊതുവെ ക്യൂട്ട്നെസ് കാണിച്ച് പലയിടത്തുനിന്നും പല സന്ദർഭങ്ങളിലും എസ്കേപ്പ് ആവാറുണ്ട്. ഇത് അവരുടെ ഒരു ചെറിയ തന്ത്രമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആണുങ്ങളിലും ക്യൂട്ട്നെസ് കാണിക്കുന്നവരില്ലേ കൂടുതലും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആണുങ്ങളിലും ചിലര് ക്യൂട്ട്നെസ് കാണിക്കുന്നവരുണ്ട്. അതിപ്പോ റീൽസിലാവാം, അതല്ലാതെയും നമുക്ക് പല സ്ഥലങ്ങളിലും ക്യൂട്ട്നെസ് ഒക്കെ കാണാൻ പറ്റും. പൊതുവെ ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ മാത്രമാണ് എന്നൊരു ചിന്താഗതിയുണ്ട്. പെണ്ണുങ്ങൾ മാത്രമാണ് ക്യൂട്ട്നെസ് കാണിക്കുന്നത്. എന്ത് പറഞ്ഞാലും നമ്മളൊന്ന് ചിരിച്ചാൽ പോലും പറയും ഈയുടെ ക്യൂട്ട്നെസ് ഓവർലോഡെന്ന്. ക്യൂട്ട്നെസ് അങ്ങനെ ഓവർലോഡൊന്നുമല്ല. പിന്നെ ചില സന്ദർഭങ്ങളിൽ ചിലർ ഒന്ന് വൈറലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവസരത്തിലൊക്കെ നിന്നുകൊണ്ട് ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില സമയത്ത് ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറുന്നത്. ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറുന്നത് കാണുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ഒരു ചിരിയൊക്കെ വന്നേക്കാം. അത് ഇപ്പൊ ചില ക്യൂട്ട്നെസ് കാണുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതൊരു സീനാന്നറിയാവോ? നമ്മുടെ മറ്റേ സിനിമയില് ജഗതി ചേട്ടൻ പറയില്ലേ, ഹാസ്യം, ശൃംഗാരം ഇവയ്ക്കെല്ലാം പുറമെ ഞാനായിട്ട് കണ്ടുപിടിച്ച വേറെ രസങ്ങൾ വേറെയും. അത്തരത്തിലുള്ള എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് നമുക്ക് ചെറിയൊരു കോമാളിത്തരം ചിരിയൊക്കെ വന്നെന്ന് വരാം. ഇപ്പൊ ക്യൂട്ട്നെസിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ ക്യൂട്ട്നെസ് നമുക്കിങ്ങനെ വന്നു പോകുന്നേ, ഇതൊരു തെറ്റൊന്നുമല്ല. പക്ഷെ ഈ പെൺകുട്ടികൾ, യുവതികൾ എന്നൊക്കെ പറയുന്നവർ ക്യൂട്ട്നെസ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ലൈക്ക് ചെയ്യാനും അതിനെ ഇഷ്ടപ്പെടാനൊക്കെ ആളുകൾ ഉണ്ടാവും. പക്ഷെ 30 വയസ്സ് കഴിഞ്ഞാൽ പണിയാ. അതാണെങ്കിൽ ഈ അടുത്ത് മറ്റേ വിനീത് ശ്രീനിവാസൻ ചേട്ടൻ ആ സിനിമയിലും പറഞ്ഞു 30 വയസ്സ് കഴിഞ്ഞവരൊക്കെ പെൺകുട്ടികളെന്ന് പറയാൻ പറ്റില്ല, തള്ളച്ചികളെന്ന്. അങ്ങനെ 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തള്ളച്ചിയൊക്കെ ആവോ? ഒരു 1-2 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 30 ആവും. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ക്യൂട്ട്നെസ് കാണിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ഇതൊക്കെ ഒരു രസമുള്ള പരിപാടിയല്ലേ. ഇഷ്ടമുള്ളവർക്ക് കാണിക്കും, ഇഷ്ടമില്ലാത്തവർ കാണിക്കണ്ട. ആസ്വദിക്കുന്നവർ ആസ്വദിക്കട്ടെ, ആസ്വദിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആസ്വദിക്കണ്ട. അതിലിപ്പോൾ എന്താ കുഴപ്പം? ഇതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ ക്യൂട്ട്നെസ്.